finance. We can discuss a new topic, that is public finance. All of you know that the word public finance, there are two words. Public means it indicates government. Finance means is related to economic activity. The word public finance can be simply classified into two words, public and finance. Public means the activities of government. The public which indicates government. Public indicates government. Finance means economic activity. So simply we can say public finance is a part of economics or is a branch of economics which deals with the financial activities or economic activities of government. What do you mean the term public finance? Public finance as a branch of economics which deals with the economic activities of government. എന്താണ് പൊതുധനകാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഭാഗമായ പൊതുധനകാര്യം ഗവൺമെന്റിന്റെ സാമ്പത്തികപരമായ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, പഠിപ്പിക്കുന്നു. The public finance as a branch of economics which deals with economic activities of government. Please, public finance is a branch of economics which deals with the economic activities of government. Economic activities of government or public. പൊതുവായ ഗവൺമെന്റിന്റെ സാമ്പത്തിക കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ധനകാര്യ ശാഖയാണ്, ധനകാര്യ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ശാഖയാണ്, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഒരു ഭാഗമാണ് എന്ത് പബ്ലിക് ഫിനാൻസ് ഓർ പൊതുധനകാര്യം. This public finance can be simply classified into 3 points. First one is known as public expenditure, second one is known as public revenue, and last one is known as public debt. Simply, public finance can be classified into 3 points. First of all, public expenditure, public revenue, and public debt. Okay. പൊതുധനകാര്യ ശാഖയായ പൊതുധനകാര്യത്തിനെ പ്രധാനമായും 3 ശാഖകളായി നമുക്ക് തിരിക്കാം, അല്ലെ 3 ഭാഗങ്ങളായി നമുക്ക് തിരിക്കാം. അത് ഏതൊക്കെയാണ്? ഒന്ന് പബ്ലിക് എക്സ്പെൻഡിച്ചർ, പൊതുചെലവ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓർ പൊതുചെലവ്, പബ്ലിക് റവന്യൂ ഓർ പൊതുവരവ് ഓർ പൊതുവരുമാനം, പബ്ലിക് ഡെപ്റ്റ് ഓർ പൊതുകടം. Public finance can be classified into 3 important points or 3 important parts. They are, first one is known as public expenditure, second one is known as public revenue, and public debt. Clear? നമ്മൾ പറഞ്ഞു വെച്ച കാര്യം ഇത്രയേ ഉള്ളൂ. പൊതുധനകാര്യം എന്ന് പറയുന്നത് പൊതുവായ ധനകാര്യത്തെക്കുറിച്ച്, അതായത് ഗവൺമെന്റിന്റെ ധനകാര്യപരമായ പ്രവർത്തനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ഭാഗമാണ്, സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒരു ഭാഗമാണ് എന്ത് പൊതുധനകാര്യം ഓർ പബ്ലിക് ഫിനാൻസ്. ഈ പബ്ലിക് ഫിനാൻസിന് നമുക്ക് പ്രധാനമായിട്ട് 3 ആയി തിരിക്കാം. ഒന്ന് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓർ പൊതുകടം, പബ്ലിക് റവന്യൂ ഓർ പൊതുവരുമാനം, പബ്ലിക് ഡെറ്റ് ഓർ പൊതുകടം. ഓക്കെ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പൊതുചെലവ്. എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ? ഇറ്റ് ഈസ് സിമ്പിൾ. പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പരീക്ഷയ്ക്ക് സാധാരണ ഒരു 3 മാർക്കിന് 10ാം ക്ലാസ്സിലെ പരീക്ഷകളിൽ ഒരു 3 മാർക്കിന് ചോദിക്കാറുള്ള ചോദ്യമാണ് പബ്ലിക് ഫിനാൻസ് എന്നാൽ എന്ത്? വാട്ട് യു മീൻ ദ ടേം പബ്ലിക് ഫിനാൻസ്? Simply we can say public finance is a branch of economics deals with 3 important things എന്ന് പറഞ്ഞത് 3 എഴുതി കൊടുക്കുക. ഈ ഒരു ഫ്ലോ ചാർട്ടും കൂടെ വരച്ചു കൊടുത്ത് അതിന്റെ ഓരോന്നിനെ കുറിച്ച് ഓരോ സെന്റൻസും കൂടി എഴുതി കഴിഞ്ഞാൽ പക്ക മാർക്കായി. നമുക്ക് എന്താണെന്ന് കൂടെ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ. നോക്കൂ, നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാനുള്ള ടെക്നിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പബ്ലിക് എന്ന് കാണുന്നിടത്തൊക്കെ നമുക്ക് ഗവൺമെന്റ് എന്ന് കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഓക്കെ, അപ്പം എന്നിട്ട് നമുക്ക് എന്ത് പറയാം? എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ്. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ്. ശേഷം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ്സ് എ എക്സ്പെൻഡിച്ചർ ഓഫ് ഗവൺമെന്റ്. ഇറ്റ്സ് എ എക്സ്പെൻഡിച്ചർ ഓഫ് ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ ഓഫ് ഗവൺമെന്റ് ഇസ് നോൺ ആസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. അങ്ങനെയാണെങ്കിൽ പബ്ലിക് റവന്യൂ എന്തായിരിക്കും? ഇറ്റ്സ് ദ റവന്യൂ ഓഫ് ഗവൺമെന്റ് ഇസ് നോൺ ആസ് പബ്ലിക് റവന്യൂ. Public debt എന്തായിരിക്കും? The debt of government is known as public debt. So simply we can say the expenditure of government is known as public expenditure. The revenue of government is known as public revenue, and the debt of government is known as public debt. Okay, we have discussed 3 important things, that is public expenditure, public revenue, and public debt. What do you mean the term public expenditure? Public expenditure is nothing but is a part of public finance, a part of public finance which deals with the expenditure of government. Government have large numbers of expenditure. Okay, the second one, public revenue. What do you mean the term public revenue? It is a part of public finance which deals with the revenue of government, which deals with the revenue of government. And last one, public debt. What do you mean the term public debt? Public debt means the debt of government. It's a part of public finance which deals with the debt of government. Are you okay? അപ്പോൾ നമ്മൾ ഈ 3 കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. പൊതുധനകാര്യത്തിന്റെ ഭാഗമായ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഗവൺമെന്റിന്റെ ചെലവിനെ കുറിച്ച്, പൊതുകടം എന്നത് ഗവൺമെന്റിന്റെ കടത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു.
അതേപോലെ പൊതുധനകാര്യത്തിന്റെ മറ്റൊരു ഭാഗമായ പബ്ലിക് റവന്യൂ അല്ലെങ്കിൽ പൊതുവരവ് എന്നത് ഗവൺമെന്റിന്റെ വരവിനെ കുറിച്ച് പഠിപ്പിക്കുന്നു, ചർച്ച ചെയ്യുന്നു. പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്ന മൂന്നാമത്തെ ശാഖ എന്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇത് ഗവൺമെന്റിന്റെ കടത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഈ മൂന്ന് പോയിന്റുകളുടെയും ക്ലാസിഫിക്കേഷനിലേക്ക് കടക്കാം. Okay, first of all, public expenditure. The public expenditure is a branch of public finance which deals with two important things. Public expenditure means the expenditure of government. And that public expenditure? Expenditure of government. Okay, this expenditure of government can be classified into two heads. That is, first one is known as developmental expenditure and non-developmental expenditure. If the expenditure of government for developmental purpose like construction of road, construction of bridge, for education, government expenditure for education, etc., which comes under developmental expenditure. നോക്കൂ, വൺ വേർഡിന് ചോദിക്കാറുണ്ട് വാട്ട് യു മീൻ ദ ടേം ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്ന് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കാറില്ല. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ, ഒറ്റയാനെ കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ട് എക്സ്പെൻഡിച്ചർ ഓഫ് ഗവൺമെന്റിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് കൊടുക്കും. അപ്പൊ നോക്കൂ, ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ നത്തിങ് ബട്ട് the expenditure of government for developmental purpose, for the future developmental purpose, is known as developmental expenditure. Then what is the meaning of non-developmental expenditure? Non-developmental expenditure is also comes under public expenditure. It is the expenditure of government for non-developmental purpose. ഫോർ എക്സാമ്പിൾ, എക്സ്പെൻഡിച്ചർ ഫോർ വാർ, യുദ്ധത്തിനായുള്ള ചെലവ്. യുദ്ധത്തിന്റെ ചെലവ് കൊണ്ട് ഗവൺമെന്റിന് എക്സ്ട്രാ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റൽ ആയിട്ടല്ല യുദ്ധത്തിനുള്ള എക്സ്പെൻഡിച്ചർ നടത്തുന്നത്. അതേപോലെ തന്നെ പെൻഷന് വേണ്ടി ഗവൺമെന്റ് ഒരുപാട് ഫണ്ട് മാറ്റി വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റ് പ്രത്യേകിച്ച് ഡെവലപ്മെന്റ് ആയിട്ടുള്ള പ്രോസസ്സിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് ഇറ്റ്സ് ഓൾസോ കംസ് അണ്ടർ നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്. ഗവൺമെന്റ് പല സാഹചര്യങ്ങളിലും കടമെടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. അങ്ങനെ കടമെടുക്കുന്ന കഴിഞ്ഞാൽ അതിനുവേണ്ടി ഗവൺമെന്റ് പലിശയായിട്ട് കൊടുക്കാറുണ്ട്. ഇങ്ങനെ കൊടുക്കുന്ന പലിശയുണ്ടല്ലോ, ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഫോർ ഡെപ്റ്റ്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യം ഒന്നും കൂടി റിവൈസ് ചെയ്യാം. Public finance is a branch of economics which deals with three important things, that is public expenditure, public revenue and public debt. And second one, public expenditure is divided into two heads, developmental expenditure and non-developmental expenditure. Public expenditure is the expenditure of government, is classified into developmental expenditure and non-developmental expenditure. The developmental expenditure means the expenditure of government for developmental purpose. ഗവൺമെന്റിന്റെ പുരോഗമനത്തിന് വേണ്ടിയുള്ള, ഭാവിയിൽ പുരോഗമനം ലക്ഷ്യമാക്കിക്കൊണ്ട്, ഭാവിയിൽ വളർച്ച ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഗവൺമെന്റിന്റെ എല്ലാ ചെലവുകളെയും നമുക്ക് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. കൺസ്ട്രക്ഷൻ ഓഫ് റോഡ് ഉണ്ടാക്കാനുള്ള ചെലവ്, കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജ്, റോഡ്, അതേപോലെ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്സ്, ഓഫ് ഗവൺമെന്റ് ബിൽഡിംഗ്സ് എക്സെട്ര. ആൻഡ് ഫോർ എക്സ്പെൻഡിച്ചർ ഫോർ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ചെലവ്, ഫോർ ഹെൽത്ത് കെയർ എക്സെട്ര. ഇതൊക്കെ എന്തിൽ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചറിൽ വരും. എന്നാൽ നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ is also part of public expenditure which deals with non-developmental because it's not for developmental purpose. അതായത് ഭാവിയിൽ വലിയ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടൊന്നും അല്ലാതെ, പുരോഗമനത്തിന് ലക്ഷ്യം വെച്ചിട്ടൊന്നും അല്ല, എന്നാലും ഗവൺമെന്റിന് ചെയ്തേ പറ്റൂ. അങ്ങനെയുള്ള ചില ചെലവുകളും ഗവൺമെന്റ് ഫേസ് ചെയ്യാറുണ്ട്. അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. സിമ്പിൾ ആണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ യുദ്ധത്തിന് വേണ്ടി ഗവൺമെന്റ് ചെലവഴിക്കുന്നു. അതേപോലെ തന്നെ ഗവൺമെന്റ് ചെലവഴിക്കാറുണ്ട് യുദ്ധത്തിന് വേണ്ടി ചെലവഴിക്കാറുണ്ട്. അതേപോലെ തന്നെ പ്രായമായവർക്ക് വേണ്ടി പെൻഷൻ കൊടുക്കാറുണ്ട്. അതേപോലെ നോൺ ഡെവലപ്മെന്റ് പർപ്പസ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഫോർ ഡെപ്റ്റ്. എക്സാമ്പിൾ ആയിട്ടുള്ള ആ 3 പോയിന്റും നിർബന്ധമായും ഓർത്തു വെക്കണം. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം, പബ്ലിക് റവന്യൂ. വാട്ട് യു മീൻ ദ ടേം പബ്ലിക് റവന്യൂ? എന്താണ് പൊതുവരവ്? ഗവൺമെന്റിന്റെ വരവിനെ നമുക്ക് പൊതുവരവ് എന്ന് വിളിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പൊതുവരുമാനം എന്ന് വിളിക്കാം. എന്താണ് പൊതുവരുമാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ വരുമാനത്തെ നമുക്ക് പൊതുവരുമാനം എന്ന് വിളിക്കാം. ഈ ഗവൺമെന്റിന്റെ വരുമാനമായ പൊതുവരുമാനം എന്തിൽ വരുന്നതാണ്? പൊതുധനകാര്യത്തിൽ വരുന്നതാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു വെച്ചതാണ്. ഇനി ഒന്നും കൂടി നോക്കാം. പബ്ലിക് റവന്യൂ ഇസ് നത്തിങ് ബട്ട് റവന്യൂ ഓഫ് പബ്ലിക് ഓർ റവന്യൂ ഓഫ് ഗവൺമെന്റ് ഇസ് നോൺ ആസ് പബ്ലിക് റവന്യൂ. It is divided into two, tax revenue and non-tax revenue. നമുക്ക് ഈ പബ്ലിക് റവന്യൂവിനെ പ്രധാനമായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ടാക്സ് റവന്യൂ, മറ്റൊന്ന് നോൺ ടാക്സ് റവന്യൂ. അത് നോക്കൂ, ടാക്സിലൂടെ ഗവൺമെന്റിന് കിട്ടുന്ന വരുമാനത്തെ ടാക്സ് റവന്യൂ. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഈ ദ റവന്യൂ ഓഫ് ഗവൺമെന്റ് ത്രൂ ടാക്സ്, ഇറ്റ് ഈസ് നോൺ ആസ് ടാക്സ് റവന്യൂ. Okay, on the basis of the source of revenue, that public revenue can be classified into two heads, tax revenue and non-tax revenue. What do you mean the term tax revenue? The revenue of government through tax. നോക്കൂ, പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ
വരുമാനമാണ്. ഈ വരുമാനം എന്തിലൂടെയാണ് ഗവൺമെന്റിന് ലഭിക്കുന്നത് എന്ന സോഴ്സിന്റെ എന്താണ് അതിന്റെ അടിസ്ഥാനം അതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് റവന്യൂവിനെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് ടാക്സ് റവന്യൂ, മറ്റൊന്ന് നോൺ ടാക്സ് റവന്യൂ. നികുതി വരുമാനം, നികുതി ഇതര വരുമാനം, നികുതിയേതര വരുമാനം. നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനത്തെ നമുക്ക് നികുതി വരുമാനം എന്ന് വിളിക്കാം. നികുതി ഇതര വരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നികുതിയിലൂടെ അല്ലാതെ ലഭിക്കുന്ന വരുമാനത്തെ. അപ്പൊ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് വാട്ട് യു മീൻ പബ്ലിക് റവന്യൂ എന്ന് ചോദിച്ചാൽ അപ്പൊ നമുക്ക് പറയാം പബ്ലിക് റവന്യൂ ഇസ് എ പാർട്ട് ഓഫ് പബ്ലിക് ഫൈനാൻസ് വിച്ച് ഡീൽസ് വിത്ത് റവന്യൂ ഓഫ് ഗവൺമെന്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഹെഡ്സ്, ടാക്സ് റവന്യൂ ആൻഡ് നോൺ ടാക്സ് റവന്യൂ. ഗവൺമെന്റിന്റെ വരുമാനത്തെ നമുക്ക് അതിന്റെ സോഴ്സിന്റെ ഓൺ ദ ബേസ് ഓഫ് ഇറ്റ് സോഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടാക്സ് റവന്യൂ ആൻഡ് നോൺ ടാക്സ് റവന്യൂ. ഫസ്റ്റ് ഓഫ് ഓൾ ടാക്സ് റവന്യൂ. സിമ്പിൾ. വാട്ട് യു മീൻ ദ ടേം ടാക്സ് റവന്യൂ? Tax revenue is the revenue of government through tax. It is the income of government. It's a revenue of government or the inflow of government through tax is known as tax revenue. This tax revenue can classify into direct tax and indirect tax. First of all, direct tax. What do you mean the term direct tax? If tax is imposed on a person whom it is paid, ആരാണോ അടയ്ക്കേണ്ടത് അയാളുടെ മുകളിൽ തന്നെ ചുമത്തപ്പെടുന്ന നികുതിയെ നമുക്ക് എന്ത് വിളിക്കാം? ഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കാം. പ്രത്യക്ഷ നികുതി. ആരാണോ നികുതി അടയ്ക്കേണ്ടത് അയാളുടെ മേൽ തന്നെ ചുമത്തുന്നതാണ് പ്രത്യക്ഷ നികുതി. അപ്പൊ പരോക്ഷ നികുതി എന്തായിരിക്കും? ഒരു വ്യക്തിയുടെ മുകളിൽ ചുമത്തുകയും മറ്റൊരാൾ അതിൽ അടയ്ക്കേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥയെ നമുക്ക് എന്ത് വിളിക്കാം? ഇൻഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ പരോക്ഷ നികുതി എന്ന് വിളിക്കാം. ഉദാഹരണത്തിന് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുകയാണ്. ഈ പ്രോഡക്റ്റിന്റെ മുകളിൽ ഉണ്ടാവും 25 രൂപയോ 25 രൂപ. ഓക്കെ, ഇതിന്റെ മുകളിൽ ഇതിന്റെ ഇൻക്ലൂഡ്സ് ഓൾ ടാക്സ്, ഇതിന്റെ മുകളിൽ എല്ലാ നികുതിയും ഉൾപ്പെടെയുള്ള വില എന്ന് എഴുതിയിരിക്കുന്നു. അപ്പം ഇതിന്റെ ടാക്സ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ് വാങ്ങുന്ന സമയത്ത് നമ്മൾ വാങ്ങുന്നവർ കൊടുക്കുന്നുണ്ട്. എങ്ങനെ കൊടുത്തിട്ടുണ്ട്? ആ വിലയുടെ കൂടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ടാക്സ് ആരാണ് ആക്ച്വലി അടച്ചത്? ഇത് പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ സൈഡിലുള്ള ആളുകളോ? ആദ്യം പ്രൊഡ്യൂസ് ചെയ്ത ആളെന്ത് ചെയ്യും? ഇതിന്റെ നികുതി അടയ്ക്കും. എന്നിട്ട് ഹോൾസെയിൽ ആയിട്ട് വാങ്ങാൻ വരുന്ന ആളോട് പറയും സാധനത്തിന് ഇത്ര വില, ടാക്സ് ഇത്ര, അത് രണ്ടും കൂടെ കൂട്ടി ഇത്ര നിങ്ങൾ തരണം എന്ന് പറയും. അത് അദ്ദേഹത്തോട് വാങ്ങിക്കും. എന്നിട്ട് അയാൾ ഹോൾസെയിൽ ഡീലർ എന്ത് ചെയ്യും? റീറ്റെയിൽ ഡീലർക്കോ അല്ലെങ്കിൽ മറ്റു കച്ചവടക്കാർക്ക് കൊടുക്കുന്നു. അവിടെ പോയി അവരും ഇതേപോലെ തന്നെ ടാക്സ് അവർക്ക് കൊടുക്കുന്നു. നമ്മൾ വാങ്ങുന്ന സമയത്ത് ടാക്സ് അടക്കമുള്ള വില നമ്മൾ കൊടുക്കുന്നു. ഏത് പ്രോഡക്റ്റ് വാങ്ങുമ്പോഴും നമ്മൾ അറിയാതെ എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സും കൂടെ കൊടുത്തു പോകാറുണ്ട്. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഗവൺമെന്റിന് നികുതിയിലൂടെ കിട്ടുന്ന ഒരു വരുമാനമാണ്. പക്ഷെ അത് നേരിട്ട് നമ്മൾ നികുതിയായിട്ട് അടയ്ക്കുന്നില്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് ഇൻഡയറക്റ്റ് ടാക്സ്. ഓക്കെ, നമുക്ക് നോക്കേണ്ടത് ടാക്സ് റവന്യൂ ക്യാൻ ക്ലാസിഫൈഡ് ഇൻടു ടു ഹെഡ്സ്, ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ഡയറക്റ്റ് ടാക്സ്. നേരിട്ട് അടയ്ക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നു. പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതിയുടെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പേഴ്സണൽ ഇൻകം ടാക്സ്. ഓക്കെ, പേഴ്സണൽ ഇൻകം ടാക്സ് ഓരോ വ്യക്തിയുടെയും വരുമാനത്തിന്റെ മേൽ ചുമത്തുന്ന നികുതിയാണ്. അതുകൊണ്ട് തന്നെ എന്ത് വിളിക്കുന്നു? ഇതിനെ പേഴ്സണൽ ഇൻകം ടാക്സ്. നെക്സ്റ്റ് വൺ കോർപ്പറേറ്റ് ടാക്സ്. എന്താണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം വരുമാനം പ്രധാനമായിട്ട് ഉണ്ടാകുക 3 വിഭാഗങ്ങൾക്കാണ്. ഒന്ന് വ്യക്തികൾക്ക്, 2 സ്ഥാപനങ്ങൾക്ക്. ഈ സ്ഥാപനം പ്രൈവറ്റും ആവാം ഗവൺമെന്റും ആവാം. അവിടെ നിൽക്കട്ടെ. എന്തായാലും നമുക്ക് തൽക്കാലം ഇവിടെ 2 കൂട്ടരെ മാത്രം കയ്യിലെടുക്കാം. ഒന്ന് വരുമാനം ലഭിക്കുന്ന വ്യക്തികൾ, വരുമാനം ലഭിക്കുന്ന കമ്പനികൾ അല്ലെങ്കിൽ ഫേംസ്, സ്ഥാപനങ്ങൾ. അങ്ങനെയാണെങ്കിൽ സ്ഥാപനത്തിന് ലഭിക്കുന്ന ലാഭത്തിന്റെ മുകളിൽ നിന്നും അടയ്ക്കേണ്ട നികുതിയാണ് കോർപ്പറേറ്റ് ടാക്സ്. നോക്കൂ, ഇറ്റ് ഈസ് ദ ടാക്സ് പെയ്ഡ് ബൈ ദ firms or company on the profit of the company. Okay, if tax is paid on the profit of the company, it is known as corporate tax. ഓരോ കമ്പനിക്കും അവരുടെ ലാഭത്തിന്റെ മുകളിൽ അവരെ അടയ്ക്കേണ്ട നികുതിയെ നമ്മൾ എന്ത് വിളിക്കുന്നു? കോർപ്പറേറ്റ് ടാക്സ്. ഈ ഭാഗത്ത് നിന്ന് റിപ്പീറ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചേക്കണം. എന്താണ് പേഴ്സണൽ ഇൻകം ടാക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ വരുമാനത്തിൽ അദ്ദേഹം കൊടുക്കേണ്ട ടാക്സിനെ നമുക്ക് എന്തെന്ന് പറയാം? പേഴ്സണൽ ഇൻകം ടാക്സ് എന്ന് പറയാം. വ്യക്തിയുടെ വരുമാന നികുതി. ഓക്കെ, വരുമാനത്തിന്റെ മുകളിൽ അദ്ദേഹം കൊടുക്കുന്ന നികുതി. എന്നാൽ അതേപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദ ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ദ പ്രോഫിറ്റ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ലാഭത്തിന്റെ മുകളിൽ ഗവൺമെന്റ് ചുമത്തുന്ന നികുതിയാണ് കോർപ്പറേറ്റ് ടാക്സ്. ഇതേപോലെ തന്നെ നേരിട്ട് നമ്മൾ ടാക്സ് അടയ്ക്കുന്ന മറ്റു ചില മേഖലകളും കൂടെ ഉണ്ട്. നമ്മളൊരു ബിൽഡിംഗ് ഉണ്ട് എങ്കിൽ ബിൽഡിങ്ങിന് ടാക്സ് അടയ്ക്കും. അതേപോലെ തന്നെ നമുക്കൊരു വണ്ടി ഉണ്ട്, നമ്മൾ വണ്ടിക്ക് ടാക്സ് അടയ്ക്കും. അതേപോലെ നമ്മൾ സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ സ്ഥലത്തിന് നികുതി അടയ്ക്കും. അപ്പൊ ഇതൊക്കെ എന്തിൻ്റെ അകത്ത് വരുന്നു എന്ന് ചോദിച്ചാൽ, ഇതൊക്കെ ഒരു തരത്തിൽ ഡയറക്റ്റ് ടാക്സ് ആണ്. നമ്മൾ നേരിട്ട് കയ്യിൽ നിന്ന് അടയ്ക്കുകയാണ്. ആരുടെ മേളിലാണോ ചുമത്തുന്ന അയാളാൽ തന്നെ പേ ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കൂ. ഡയറക്റ്റ് ടാക്സിന്റെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. പേഴ്സണൽ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, ലാൻഡ് ടാക്സ്, ബിൽഡിംഗ് ടാക്സ്, വെഹിക്കിൾ ടാക്സ്, എക്സെട്ര. ദെൻ ഇൻഡയറക്റ്റ് ടാക്സ്. ഇറ്റ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് പബ്ലിക് റവന്യൂ.
Indirect tax is that tax, it's a revenue of government through indirect. നേരിട്ടല്ലാതെ ഗവൺമെന്റിന് ലഭിക്കുന്ന നികുതിയെ നമുക്ക് എന്ത് വിളിക്കാം? ഇൻഡിറക്ട് ടാക്സ് എന്ന് വിളിക്കാം. ഇതിനെ പ്രധാനമായിട്ട് നമുക്ക് നാലായിട്ട് തിരിക്കാം. ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് എക്സാമ്പിൾസ് ആണ്. ഒന്ന് വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ്. ഓക്കെ, ടാക്സ് ഈസ് ഇമ്പോസ്ഡ് ഓൺ ദ ഫൈനൽ വാല്യൂ ഓഫ് കമ്മോഡിറ്റി. ഓരോ കമ്മോഡിറ്റിയുടെയും ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻസ് ഉണ്ടാവും. ഒരു കമ്മോഡിറ്റി ഒരു ഉൽപ്പന്നമായി മാറുമ്പം അതിനിടയിൽ ഒരുപാട് ഘട്ടങ്ങളിലൂടെ ഇത് കടന്നു പോകുന്നുണ്ട്. അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് അവസാനത്തെ ഘട്ടത്തിലെത്തിയിട്ട് അതിന്റെ മുകളിൽ ഓരോ സമയത്തും ഓരോ ഘട്ടങ്ങളിലും ഓരോ സ്റ്റേജിലും ടാക്സ് ഇമ്പോസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് വാല്യൂ ആഡഡ് ടാക്സ്. ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് പറയാൻ പറ്റും വാല്യൂ ആഡഡ് ടാക്സിലെ. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു തേങ്ങ ഒരു റോ മെറ്റീരിയൽ ആയിട്ട് ഒരു തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കർഷകൻ, ഇദ്ദേഹം തേങ്ങയെ വിൽക്കുന്നു. ആ വിറ്റ തേങ്ങ ഒരു കച്ചവടക്കാരൻ വാങ്ങിയിട്ട് അയാൾ അത് മറിച്ച് മില്ലിൽ കൊണ്ടുപോയി വിൽക്കുന്നു. മില്ലിൽ നിന്ന് അതിനെ വെളിച്ചെണ്ണയാക്കി ഔട്ട്പുട്ട് ആക്കുന്നു. വെളിച്ചെണ്ണയെ പാക്ക് ചെയ്തിട്ട് വിൽക്കുന്നു. ഇങ്ങനെയുള്ള 1, 2, 3 സ്റ്റേജുകളുണ്ട്. ആദ്യത്തെ ഫൈനൽ പ്രോഡക്റ്റായി നമ്മൾ കൺസിഡർ ചെയ്യാവുന്ന ഒരു അവസ്ഥയായിരുന്നു തേങ്ങയെങ്കിലും അത് അടുത്ത സ്റ്റേജിലേക്ക് കടക്കുമ്പം രണ്ടാമത്തെ സ്റ്റേജിലെ മില്ലിലെത്തുന്ന സമയത്ത് അവിടെ ഇത് റോ മെറ്റീരിയലായിട്ട് മാറുകയാണ്, ഒരു ഇന്റർമീഡിയറ്റ് ഗുഡായിട്ട് മാറുകയാണ്. ആ സമയത്ത് ഈ തേങ്ങയുടെ വിലയുടെ കൂടെ തന്നെ ഇദ്ദേഹം വെളിച്ചെണ്ണയാക്കി വിൽക്കുന്ന സമയത്ത് വില കൂട്ടുന്നുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് തേങ്ങയിൽ നിന്ന് വെളിച്ചെണ്ണയാകുമ്പോൾ ഉണ്ടാകുന്നതിന്റെ വാല്യൂ കൂടുന്നുണ്ട്. ഉദാഹരണത്തിന് 1000 രൂപയുടെ തേങ്ങ വെളിച്ചെണ്ണയാക്കി വിൽക്കുമ്പം 1500 2000 1500 രൂപ കിട്ടുന്നുവെങ്കിൽ 500 രൂപയാണ് കൂടിയത്. ആ 500 രൂപയുടെ ടാക്സും കൂടെ എന്ത് ചെയ്യണം? ആദ്യത്തെ തേങ്ങയുടെ വിലയുടെ കൂടെ തന്നെ 1000 രൂപയുടെ ടാക്സ് അടച്ചതിന്റെ കൂടെ തന്നെ കൂട്ടണം. പിന്നെ ആ വെളിച്ചെണ്ണയെ കൊണ്ടുപോയിട്ട് ഒരു തലയിലൊക്കെ തേക്കുന്ന വേറെ എന്തെങ്കിലും ഹെയർ ഓയിലായിട്ട് അങ്ങനെ മാറ്റിയാന്നിരിക്കട്ടെ, മറ്റൊരു പ്രോഡക്റ്റ് ആയിട്ട് മാറ്റാണ്. അങ്ങനെ മാറ്റുമ്പം അവർ ചിലപ്പം അതൊരു 3000 രൂപയ്ക്കായിരിക്കും വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ 1500 രൂപ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എക്സ്ട്രാ വന്ന 1500 ഉണ്ട്. 3000 രൂപയായപ്പം ആദ്യത്തെ 1500, അതായത് 1000 രൂപയുടെ തേങ്ങ 500 രൂപ മില്ലിൽ നിന്നും ചിലവായി 1500. പിന്നെ അതിന്റെ കൂടെ വന്നിരിക്കുന്ന ഒരു 3000 കൂടെ ചേർന്ന് 1500 കൂടെ ചേർന്നിട്ടാണ് 3000 ആയത്. ഈ എക്സ്ട്രാ വന്നിട്ടുള്ള 1500 ഉണ്ടല്ലോ, പിന്നീട് മില്ലിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് വെളിച്ചെണ്ണ എന്തായി മാറിയപ്പം ഒരു ഹെയർ ഓയിലായി മാറിയപ്പോൾ ഉള്ള ആ ഒരു പ്രൈസ്, ആ പ്രൈസ് ടാക്സും കൂടെ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് വാല്യൂ ആഡഡ് ടാക്സ്. ദാറ്റ് മീൻസ് ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ. ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് വാല്യൂ ആഡഡ് ടാക്സ്. Then excise duty, customs duty, service tax. Then second one, excise duty. If the duty imposed on the stages of production, എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി ഫൈനൽ പ്രോഡക്റ്റ് ആയി മാറുന്ന സമയത്ത് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇമ്പോസ് ചെയ്യുന്ന ടാക്സിനെ വിളിക്കുന്ന പേരാണ് എക്സൈസ് ഡ്യൂട്ടി. ഓക്കെ, ദെൻ കസ്റ്റംസ് ഡ്യൂട്ടി. നമുക്കറിയാം കസ്റ്റംസുകാർ പിടിച്ചു എന്നൊക്കെ സാധാരണ നമ്മൾ പോപ്പുലറായിട്ട് പറയാറുണ്ട്. എയർപോർട്ടിൽ വെച്ച് കസ്റ്റംസുകാർ സെർച്ച് ചെയ്തു പിടിച്ചു എന്നൊക്കെ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന സമയത്ത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ മുകളിൽ നമ്മൾ ചുമത്തുന്ന ഡ്യൂട്ടിയാണ് കസ്റ്റംസ് ഡ്യൂട്ടി. ഇമ്പോർട്ട് എക്സ്പോർട്ട് സമയത്ത് ചുമത്തുന്ന ഡ്യൂട്ടിയാണ് ഇത് വിളിക്കുന്നത് കസ്റ്റംസ് ഡ്യൂട്ടി. ഓക്കെ, അപ്പം ഒരു അതിർത്തി കടക്കുന്ന സമയത്ത് ചുമത്തുന്ന ഡ്യൂട്ടിയാണ് കസ്റ്റംസ് ഡ്യൂട്ടി. ലാസ്റ്റ് വൺ, സർവീസ് ടാക്സ്. ചില സർവീസ് ഗുഡ്സിന്റെ മുകളിലുള്ള ടാക്സിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും ചർച്ച ചെയ്തത്. എന്നാൽ അതല്ലാത്ത സർവീസിന്റെ മുകളിലും ടാക്സ് ഇമ്പോസ് ചെയ്യാറുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സർവീസ് ടാക്സ്. അതായത് ടെലിഫോൺസ് എന്നുള്ള ഒരു സർവീസ്, എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ടെലിഫോൺ ഉപയോഗിക്കാം. അതിനെ കുറിച്ച് പറയാം. ടെലിഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ മുകളിൽ നമുക്കൊരു സർവീസ് ടാക്സ് അവർ ഇടുന്നുണ്ട്. ആ ടെലിഫോണിന്റെ സർവീസ് ഉപയോഗിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം? അടയ്ക്കുന്ന പൈസയുടെ കൂടെ നമ്മൾ ഇടുന്ന ടാക്സും കൂടെ വാങ്ങുന്നുണ്ട്. അതാണ് സർവീസ് ടാക്സിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, നമ്മൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ, പബ്ലിക് ഫൈനാൻസ് is a branch of economics which deals with the public expenditure, public revenue and public debt. First of all, public expenditure. Public expenditure can be classified into developmental expenditure and non-developmental expenditure. Okay, developmental expenditure for developmental purpose, non-developmental expenditure for non-developmental purpose. Then second one, public revenue. What do you mean by public revenue? Public revenue is the revenue or income of government, can be classified into tax revenue and non-tax revenue. And tax revenue, the revenue of government through tax is known as tax revenue, and revenue of government through non-tax is known as non-tax revenue. The most important non-tax revenue, ഗവൺമെന്റിന് കിട്ടുന്ന വരുമാനം തന്നെയാണ്, പക്ഷെ അത് ടാക്സിലൂടെയല്ല എന്ന് മാത്രം. ഗവൺമെന്റ് പലതരത്തിൽ വരുമാനം കിട്ടാറുണ്ട്. സിമ്പിൾ ആയിട്ട് ഹെൽമെറ്റ് ഉപയോഗിക്കാതെ ഒരാൾ വണ്ടി ഓടിച്ചു പോയി കഴിഞ്ഞാൽ പോലീസുകാർ കൈ കാണിക്കുന്നു, ഫൈന് വാങ്ങാറുണ്ട്, പെനാൽറ്റി അടപ്പിക്കാറുണ്ട്. നമ്മൾ ചിലപ്പോൾ നിയമപ്രകാരം ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പെനാൽറ്റി കിട്ടും. അങ്ങനെ ഫൈനും പെനാൽറ്റിയും, ഈ പൈസ എവിടേക്കാണ് പോകുന്നത്? ഗവൺമെന്റിന് കിട്ടുകയാണ്. അപ്പോൾ ഫൈനും പെനാൽറ്റിയും എന്തിൽ വരുന്നതാണ്? ഈ പറഞ്ഞ നോൺ ടാക്സ് റവന്യൂവിൽ വരികയാണ്. അതേപോലെ ഫീസ്, നമ്മൾ പല തരത്തിലുള്ള ഫീസുകൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കാറുണ്ട്.
കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ ചേരുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിൽ ഓരോ വർഷവും ചെറിയൊരു തുക ഫീസായിട്ട് അടയ്ക്കാറുണ്ട്. ട്യൂഷൻ ഫീ എന്ന നിലയ്ക്ക് ചെറിയൊരു തുക അടയ്ക്കാറുണ്ട്. ഇതേപോലെ പല മേഖലയിൽ നമ്മൾ ഫീസ് അടയ്ക്കാറുണ്ട്. ആലോചിച്ച് നോക്കൂ, പലതരത്തിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഫീസായിട്ട് അടയ്ക്കാറുണ്ട്. പലതരത്തിലുള്ള ഫൈനും പെനാൽറ്റിയും ഗവൺമെന്റിന് ചുമത്താറുണ്ട്. ഗ്രാന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗവേണിംഗ് അതോറിറ്റി മറ്റൊരു ഗവേണിംഗ് അതോറിറ്റിക്ക് കൊടുക്കുന്ന ഫണ്ടിനെ വിളിക്കുന്ന പേരാണ് ഗ്രാന്റ്. ഉദാഹരണത്തിന് സെൻട്രൽ ഗവൺമെന്റ് കുറച്ച് പൈസ, ഒരു തുക സ്റ്റേറ്റ് ഗവൺമെന്റിനോ ലോക്കൽ ബോഡിക്കോ കൊടുക്കുകയെന്ന് വെച്ചോ, അങ്ങനെ കൊടുക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ഗ്രാന്റ്. അങ്ങനെ ഫണ്ട് ഗവൺമെന്റിന് കിട്ടാറുണ്ട്. അടുത്തത് ഇൻട്രസ്റ്റ് പേയ്മെന്റ്. സിമ്പിൾ ആണല്ലോ. ഗവൺമെന്റ് എന്ത് ചെയ്യും? പലപ്പോഴും പണം കടമായോ മറ്റോ കൊടുത്തിട്ടുണ്ട് എങ്കിൽ, ഗവൺമെന്റ് സ്ഥാപനങ്ങളോ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിലൂടെ ഗവൺമെന്റിന് എന്ത് കിട്ടും? ആ കൊടുത്ത പണത്തിന് ഒരു പലിശ ഇനത്തിൽ ഒരു തുക കിട്ടും. അത് നമുക്ക് ഇൻട്രസ്റ്റിന്റെ കാറ്റഗറൈസേഷനിൽ വിടാം. പിന്നെ പ്രോഫിറ്റ്, ഗവൺമെന്റിന് പ്രോഫിറ്റ് ആയിട്ട് ലാഭമായിട്ട് കിട്ടാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ ബീവറേജ് കോർപ്പറേഷൻ ഗവൺമെന്റിൽ നല്ല ലാഭത്തിലുള്ള ഒന്നാണ്. മറ്റൊന്ന് പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബീവറേജ് കോർപ്പറേഷൻ, അതേപോലെ തന്നെ നമ്മുടെ ലോട്ടറി സംവിധാനം. ഈ ലോട്ടറി ടിക്കറ്റ് ഒക്കെ നടത്തുന്നതോട് ഗവൺമെന്റ് എന്ത് കിട്ടുന്നുണ്ട്? ലാഭം കിട്ടാറുണ്ട്. അപ്പം ഗവൺമെന്റിന്റെ ഒരു ഈ ഫേം എന്ന നിലയിൽ, ഒരു സ്ഥാപനം എന്ന നിലയിൽ ഗവൺമെന്റിന് എന്ത് കിട്ടാറുണ്ട്? പലപ്പോഴും ലാഭം കിട്ടുന്ന ചില പ്രോസസ്സുകൾ ഉണ്ടാവാറുണ്ട്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടല്ല ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത്. ചില പ്രവർത്തനങ്ങളിൽ ഒരു സ്ഥാപനം എന്ന നിലയിൽ ഗവൺമെന്റ് ലാഭം പ്രതീക്ഷിക്കാറുണ്ട്. അങ്ങനെ ഗവൺമെന്റിന് കിട്ടുന്ന ലാഭത്തെ നമുക്ക്, അത് ലാഭവും ഗവൺമെന്റിന്റെ വരുമാനമാണ്. അതുകൊണ്ട് തന്നെ പക്ഷെ ഇത് ടാക്സിലൂടെ കിട്ടുന്നതല്ല. അപ്പൊ നമുക്ക് പറയാം, പബ്ലിക് റവന്യൂവിനെ രണ്ടായി തിരിക്കാം. അത് ഒന്ന് ടാക്സ് റവന്യൂ, മറ്റൊന്ന് നോൺ ടാക്സ് റവന്യൂമാണ്. ഈ നോൺ ടാക്സ് റവന്യൂവിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് ഫീസ്, ഫൈൻ ആൻഡ് പെനാൽറ്റി, ഗ്രാന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് എന്നിവ. ക്ലിയർ? അപ്പം ലാസ്റ്റ് പോയിന്റ് പബ്ലിക് ഡെപ്റ്റ് ആണ്. പബ്ലിക് ഡെപ്റ്റ് രണ്ട് തരത്തിൽ. ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡെപ്റ്റ് ഓഫ് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് ഡെപ്റ്റിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, പബ്ലിക് ഡെപ്റ്റ് തുടങ്ങിയിട്ടുള്ള അടുത്ത ദിവസത്തേക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, പബ്ലിക് ഫിനാൻസ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ഇക്കണോമിക്സ് ഡീൽസ് വിത്ത് ഇൻകം, എക്സ്പെൻഡിച്ചർ, റവന്യൂ ആൻഡ് ഡെപ്റ്റ് ഓഫ് ഗവൺമെന്റ്. Okay, public expenditure divided into two heads. Public revenue is divided into two heads. Is further divided into other 2 points. Okay, ഈ ഒരു ഭാഗം നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. അതേപോലെ പേഴ്സണൽ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ് പലപ്പോഴായിട്ട് 1-2 മാർക്ക് ഇത് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നോക്കുക. നല്ല ഭംഗിയായിട്ട് ഫ്ലോ ചാർട്ട് ഒന്ന് വരച്ചു വെക്കുക. കഴിവിന്റെ പരമാവധി ഇത് എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.